അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു വീഡിയോയിൽ നമുക്കിങ്ങനെ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാം എന്നൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് തയ്യാറാക്കുന്ന രീതിയിലേക്കൊന്ന് പോകാം. നോൺ സ്റ്റിക്കിൻ്റെ ഹണ്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനൊരു ചൂടാക്കി ഒന്ന് മെൽറ്റാക്കി വെച്ചിരിക്കുകയാണത്. ഇതിലേക്ക് നമ്മൾ 4 പീസ് ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ട് പൊട്ടിക്കഴിയുമ്പം ചെറിയ പീസുകളായിട്ട് ഗ്രേറ്റ് ചെയ്താണ് ഇതേപോലെ ചെയ്യണം. നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇവരൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇത് ഹൽവയുടെ രീതിയിലേക്ക് എത്തുള്ളൂ. ഇതെല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സവോള വഴറ്റുന്ന പോലെ നമ്മളിതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിനകത്ത് RKG ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല പ്യുവർ വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു പ്രോപ്പറായിട്ട് ചെയ്യുന്ന രീതി നിങ്ങളെ കാണിച്ചു തന്നതാണ് RKG എടുത്തത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് വാടിയിട്ടുണ്ട് ചെറിയ തോതിൽ. ഇവനെ നമുക്ക് ഒന്ന് എളുപ്പത്തിലാക്കാൻ വേണ്ടി നമ്മളിതിനൊന്ന് മൂടി വെക്കുക. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇത്രയും തീ കൊടുക്കരുത്, കുറച്ച് തീ കുറയ്ക്കുക. എന്നിട്ട് അത് നമുക്ക് ഒന്ന് മൂടി വെക്കാം. നല്ലപോലെ വാടണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലതുപോലെ വാടണം, എന്നാൽ മാത്രമേ ഒരു ഹൽവയുടെ രീതിയിലേക്ക് അത് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണ്, RKG ഞാൻ അധികം എടുത്തിട്ടില്ല. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമുക്കധികം RKGയുടെയോ ഓയിലിൻ്റെയോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെയോ ആവശ്യങ്ങൾ വരുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം. ഇനിയിപ്പോൾ ഒന്നുകൂടി ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. നമ്മൾ 3/4 വേവ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നുകൂടി ഒന്ന് തുറന്നു നോക്കാം. ഓക്കെ, അത് ഏതായാലും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് കട്ട പിടിക്കുന്നുണ്ടോ? ഇത് വേകുന്നതിൻ്റെ ഭാഗമാണ് കുഴഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങളെ കാണിച്ചു തരാം കൈകൊണ്ട്. നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോൾ ഈ സംഭവം പൊടിഞ്ഞു പോകണം. കണ്ടോ, അപ്പോൾ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ ചേർക്കേണ്ടതുള്ളൂ. അധികം പഞ്ചസാര ചേർക്കാതിരിക്കുകയാണ് ഭേദം കേട്ടോ. നമ്മളത് ഓവറായിട്ട് നമ്മളത് കഴിക്കുമ്പോൾ നമ്മൾ ചിലപ്പം ചകിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികം മധുരം ഒഴിവാക്കുന്നതാണ് നല്ലത്. പഞ്ചസാര എടുത്ത് അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഉരുകി വരുന്നിടം വരെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഉരുകി വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഞാനതൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതൊരു കുഴമ്പ് രൂപത്തിലാകും കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റുകൾ നമ്മൾ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് ഞാനിതൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒരു 3/4 ഭാഗത്തോളം കുഴമ്പ് പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത് മൂടിയിരിക്കട്ടെ. തീയും കുറച്ച് വെക്കാം. അപ്പം ഞാൻ നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഞാനൊന്ന് വറുത്തെടുക്കുകയാണ്. ഞാനിത് അതിൻ്റെ കൂടെ ഇട്ട് ചെയ്യാത്ത എന്നാന്ന് ചോദിച്ചാൽ നമ്മളിത്
ഇത് നമ്മളെല്ലാം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഗാർണിഷായിട്ട് വെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇവനെ ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇവനെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റിൽ മെയിനായിട്ട് ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഏലക്കയിൽ ഒരു 2 പിഞ്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 പിഞ്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ലതുപോലെ മിക്സാക്കി. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇതിപ്പം കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. കണ്ടോ, ഇതുണ്ടോ, ഇപ്പം കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. നമ്മൾ ഹൽവ മേടിക്കുന്ന പോലെ തന്നെ കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. കണ്ടത് ഒറ്റ പൊടി പോലും കാണാത്ത രീതിയിൽ കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇവനെ നമ്മൾ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുക കേട്ടോ. അത് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരിക കേട്ടോ. അത് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. ഇത് ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊരു ഒരു ബൈൻഡിങ് ഏജൻറ്റ്, അതായത് ഒട്ടിയിരിക്കുന്നത് ബൈൻഡിങ് ഏജൻറ്റായിട്ട് ഇരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് വരുന്നത്. നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ കണ്ടോ ഒരു ബൈൻഡിങ് ഏജൻറ്റ് പോലെ ആയി. കണ്ടോ, നമ്മൾ ഈ മുട്ടയൊക്കെ ചേർക്കാറുണ്ട്. ഈ ചില്ലി ചിക്കന് 65 ഒക്കെ കോട്ട് ചെയ്യാൻ നേരത്ത് മുട്ടയുടെ വെള്ള ഒരു ബൈൻഡിങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇതിനകത്തേക്ക് ഇത് ഉപയോഗിച്ചത് കേട്ടോ. ഇത് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. കണ്ടോ, നമ്മുടെ ക്യാരറ്റുകൾ റെഡി ആയിട്ടുണ്ട്. ആ മിൽക്ക് പൗഡറിൻ്റെ ആ തരികളും കൂടി ഒന്ന് പൊടിച്ച് ചേർക്കണം കേട്ടോ. കാരണം ഞാനത് ഡെമോ കാണിക്കാൻ നേരത്തെ അത് ചെറുതായിട്ടൊന്ന് കട്ട കുത്തിയാൽ ഞാനത് പൊട്ടിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഈ കട്ട കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് ചേർക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് ഞാൻ നെയ്ക്കകത്താണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അത് അധികം ചേർക്കേണ്ട. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മളൊരു പ്രസൻറ്റേഷൻ സമയത്ത് അതിന് മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി കുറച്ച് മാറ്റി വെക്കുക, കുറച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മളൊന്ന് മിക്സാക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഹൽവ തണുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. എനിക്ക് ഒത്തിരി രക്ഷയില്ല കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീഡിയോയിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് വീഡിയോയിൽ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യണം, മറന്നു പോകരുത് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതും കൂടി അമർത്താനും മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുകയുള്ളൂ. അപ്പം ഇനിയൊരു വീഡിയോ വരുന്നതോടെ വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം മജിത് കുമാർ. ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ, എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ബൈ ബൈ.